വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ പാഠപുസ്തകങ്ങളിലൂടെ, അതായത് പാഠപുസ്തകങ്ങളിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെ? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ. സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെ? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ. ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? മുഗൾ ചക്രവർത്തി ഷാജഹാൻ. ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? മുഗൾ ചക്രവർത്തി ഷാജഹാൻ. ഇന്ത്യയിലെ മുഗൾ ഭരണം ആരംഭിച്ച വർഷം ഏത്? 1526. ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ച വർഷം 1526. ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് തുടക്കമിട്ടത് ആര്? ബാബർ. ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് തുടക്കമിട്ടത് ബാബറാണ്. മുഗൾ ചക്രവർത്തിമാരായി അറിയപ്പെട്ടത് ആരെല്ലാം? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. മുഗൾ ചക്രവർത്തിമാരായി അറിയപ്പെട്ടത് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഏത് പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്? മംഗോൾ. ഏത് പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പദം ഉത്ഭവിച്ചത്? മംഗോൾ. മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബർ പിതാവ് വഴി ഏത് തുർക്കി ഭരണാധികാരിയുടെ പിൻഗാമിയായിരുന്നു? തിമൂറിൻ്റെ. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി ഏത് തുർക്കി ഭരണാധികാരിയുടെ പിൻഗാമിയായിരുന്നു? തിമൂറിൻ്റെ. മുഗൾ രാജ്യസ്ഥാപകൻ ആരാണ്? ബാബറാണ്. മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ബാബറാണ്. ബാബർ തൻ്റെ മാതാവ് വഴി ഏത് മംഗോൾ രാജാവിൻ്റെ പിൻഗാമിയായിരുന്നു? ചെങ്കിസ് ഖാൻ്റെ. ബാബർ തൻ്റെ മാതാവ് വഴി ഏത് മംഗോൾ രാജാവിൻ്റെ പിൻഗാമിയായിരുന്നു? ചെങ്കിസ് ഖാൻ. ബാബർ സ്ഥാപിച്ച രാജവംശത്തെ 16-ാം നൂറ്റാണ്ടിൽ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് ഏത് വിദേശികളാണ്? യൂറോപ്യന്മാർ. ബാബർ സ്ഥാപിച്ച രാജവംശത്തെ 16-ാം നൂറ്റാണ്ടിൽ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് ഏത് വിദേശികളാണ്? യൂറോപ്യന്മാർ. ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏത്? 1-ാം പാനിപ്പത്ത് യുദ്ധം. ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം 1-ാം പാനിപ്പത്ത് യുദ്ധം. 1-ാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഏത്? 1526. 1-ാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526. 1-ാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആര്? ഇബ്രാഹിം ലോധി. 1-ാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആര്? ഇബ്രാഹിം ലോധി. ബാബറിൻ്റെ ഭരണകാലയളവ് ഏതായിരുന്നു? 1526 മുതൽ 1530 വരെ. ബാബറിൻ്റെ ഭരണകാലയളവ് ഏതായിരുന്നു? 1526 മുതൽ 1530 വരെ. ബാബറിനെ തുടർന്ന് ഭരണമേറ്റ മുഗൾ ഭരണാധികാരി ആര്? ഹുമയൂൺ. ബാബറിനെ തുടർന്ന് ഭരണമേറ്റ മുഗൾ ഭരണാധികാരി ഹുമയൂൺ. 2 കാലയളവുകളിലായി ഭരണം നടത്തിയ മുഗൾ ഭരണാധികാരി ആര്? ഹുമയൂൺ. 1530 മുതൽ 1540 വരെ, 1555 മുതൽ 1556 വരെ. 2 കാലയളവുകളിലായി ഭരണം നടത്തിയ മുഗൾ ഭരണാധികാരി ഹുമയൂൺ ആണ്. 1530 മുതൽ 1540 വരെയും 1555 മുതൽ 1556 വരെയും. അക്ബർ ചക്രവർത്തി ആരുടെ മകനായിരുന്നു? ഹുമയൂണിൻ്റെ. അക്ബർ ചക്രവർത്തി ആരുടെ മകനായിരുന്നു? ഹുമയൂണിൻ്റെ. അക്ബറുടെ ഭരണകാലയളവ് ഏതായിരുന്നു? 1556 മുതൽ 1605 വരെ. അക്ബറുടെ ഭരണകാലയളവ് ഏതായിരുന്നു? 1556 മുതൽ
1605 വരെ. അക്ബർ പണികഴിപ്പിച്ച പുതിയ തലസ്ഥാനം ഏതായിരുന്നു? ഫത്തേപൂർ സിക്രി. അക്ബർ പണികഴിപ്പിച്ച പുതിയ തലസ്ഥാനം ഏതായിരുന്നു? ഫത്തേപൂർ സിക്രി. വിവിധ മതങ്ങളിലെ പണ്ഡിതർ ഒത്തുചേർന്ന് ചർച്ച നടത്താനായി 1575 അക്ബർ ഫത്തേപൂർ സിക്രിയിൽ പണികഴിപ്പിച്ച കേന്ദ്രമേത്? ഇബത്ത് ഖാന. വിവിധ മതങ്ങളിലെ പണ്ഡിതർ ഒത്തുചേർന്ന് ചർച്ച നടത്താനായി 1575 അക്ബർ ഫത്തേപൂർ സിക്രിയിൽ പണികഴിപ്പിച്ച കേന്ദ്രമേത്? ഇബത്ത് ഖാന. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമേത്? ദിൻ ഇലാഹി. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമേത്? ദിൻ ഇലാഹി. ദിൻ ഇലാഹി എന്ന ദർശനത്തിൻ്റെ കാതൽ എന്തായിരുന്നു? സുൽഹ് ഇ കുല്ല്, എല്ലാവർക്കും സമാധാനം. ദിന്നിലാഹി എന്ന ദർശനത്തിൻ്റെ കാതൽ എന്തായിരുന്നു? എല്ലാവർക്കും സമാധാനം. സുൽഹ് ഇ കുല്ല്. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനായുള്ളതാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച മുഗൾ ഭരണാധികാരി ആര്? അക്ബർ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനായുള്ളതാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ. അക്ബറുടെ ഭരണകാലത്ത് നിർത്തലാക്കിയ മതനികുതി ഏത്? ജസിയ. അക്ബറുടെ ഭരണകാലത്ത് നിർത്തലാക്കിയ മതനികുതി ജസിയ. മൻസബ്ദാരി. ശക്തമായ ഒരു സൈന്യത്തെ നിലനിർത്താനായി അക്ബർ നടപ്പാക്കിയ സൈനിക സമ്പ്രദായം ഏത്? മൻസബ്ദാരി. മൻസബ്ദാരി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത എന്ത്? ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന പദവി ഏത്? മൻസബ്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിനു പകരം നടപ്പാക്കിയ സമ്പ്രദായം ഏത്? മൻസബ്ദാരി. മൻസബ്ദാർമാർക്ക് അവരുടെ പദവി അനുസരിച്ച് ലഭിച്ച പാരിതോഷികം എന്ത്? ഭൂമി പതിച്ച് നൽകിയിരുന്നു. മൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് എങ്ങനെ? ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്ത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കാനായി നടപ്പിലാക്കിയ സംവിധാനം ഏത്? മൻസബ്ദാരി. മൻസബ്ദാരി. ശക്തമായ ഒരു സൈന്യത്തെ നിലനിർത്താനായി അക്ബർ നടപ്പാക്കിയ സൈനിക സമ്പ്രദായം ഏത്? മൻസബ്ദാരി. മൻസബ്ദാരി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത എന്ത്? ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന പദവി ഏത്? മൻസബ്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരം നടപ്പിലാക്കിയ സമ്പ്രദായം ഏത്? മൻസബ്ദാരി. മൻസബ്ദാർമാർക്ക് അവരുടെ പദവി അനുസരിച്ച് ലഭിച്ച പാരിതോഷികം എന്ത്? ഭൂമി പതിച്ചു നൽകിയിരുന്നു. മൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് എങ്ങനെ? ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്ത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കാനായി നടപ്പിലാക്കിയ സംവിധാനം ഏത്? മൻസബ്ദാരി. അപ്പോൾ മൻസബ്ദാരി എന്ന സൈനിക സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബറാണ്. അക്ബറുടെ രാജസദസ്സിലെ പ്രമുഖർ ആരെല്ലാമായിരുന്നു? രാജ തോഡർമൽ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ. അക്ബറുടെ രാജസദസ്സിലെ പ്രമുഖർ ആരെല്ലാമായിരുന്നു? രാജ ടോഡർമൽ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ. ബീർബൽ അക്ബറുടെ സദസ്സിലായിരുന്നേ. എൻ്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇ കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധമെടുക്കുകയോ ചെയ്യരുത്. തൻ്റെ അനുയായികളോട് ഇപ്രകാരം കൽപ്പിച്ച മുഗൾ ഭരണാധികാരി ആര്? അക്ബർ. എൻ്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇ കുല്ല്, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധമെടുക്കുകയോ ചെയ്യരുത്. തൻ്റെ അനുയായികളോട് ഇപ്രകാരം കൽപ്പിച്ച മുഗൾ ഭരണാധികാരി ആര്? അക്ബർ. ഏത് മുഗൾ ഭരണാധികാരിയുടെ ഓർമ്മക്കുറിപ്പാണ് തുസൂക്ക് ഇ ജഹാംഗീരി? ജഹാംഗീറിൻ്റെ. ഏത് മുഗൾ ഭരണാധികാരിയുടെ ഓർമ്മക്കുറിപ്പാണ് തുസൂക്ക് ഇ ജഹാംഗീരി? ജഹാംഗീർ. മുഗൾ ഭരണത്തിൽ രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആരായിരുന്നു? ചക്രവർത്തി. മുഗൾ ഭരണത്തിൽ രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആരായിരുന്നു? ചക്രവർത്തി. മുഗൾ ഭരണകാലത്ത് ഭരണസൗകര്യത്തിനായി സ്വീകരിച്ച ക്രമീകരണം എന്തായിരുന്നു? സുബ, സർക്കാർ, പർഗാന, ഗ്രാമം.
മുഗൾ ഭരണകാലത്ത് ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു? സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. മുഗൾ ഭരണത്തിൽ ആരുടെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം ഘടന ഫലപ്രദമായി രൂപപ്പെടുത്തിയത്? അക്ബറിന്റെ കാലത്ത്. മുഗൾ ഭരണത്തിൽ ആരുടെ ഭരണകാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത്? അക്ബറിന്റെ കാലത്ത്. മുഗൾ കാലഘട്ടത്തിൽ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് ആര്? തദ്ദേശീയരായ മതപണ്ഡിതന്മാർ, ഖാസിമാര്. മുഗൾ കാലഘട്ടത്തിൽ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് ആര്? ഖാസിമാര്, തദ്ദേശീയരായ മതപണ്ഡിതന്മാര്. മുഗൾ ഭരണകാലത്ത് നിലവിലിരുന്ന സാമൂഹിക വ്യവസ്ഥിതി എന്തായിരുന്നു? ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥിതി. മുഗൾ ഭരണകാലത്ത് നിലവിലിരുന്ന സാമൂഹിക വ്യവസ്ഥിതി എന്തായിരുന്നു? ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥിതി. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആര്? ടവർണിയർ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആര്? ടവർണിയർ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാര്? റാൽഫ് ഫിച്ച്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ റാൽഫ് ഫിച്ച്. മുഗൾ കാലഘട്ടത്തിലെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തെല്ലാമായിരുന്നു? നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ. മുഗൾ കാലഘട്ടത്തിലെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തെല്ലാമായിരുന്നു? നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ. ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ള മുഗൾ കാലഘട്ടത്തിലെ രചന ഏത്? ഐൻ ഇ അക്ബരി. ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ള മുഗൾ കാലഘട്ടത്തിലെ രചന ഏത്? ഐൻ ഇ അക്ബരി. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരൻ ആരായിരുന്നു? അബ്ദുൽ ഫസൽ. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരൻ ആരായിരുന്നു? അബ്ദുൽ ഫസൽ. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായി പ്രവർത്തിച്ചത് ആര്? അബ്ദുൽ ഫസൽ. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായി പ്രവർത്തിച്ചത് ആര്? അബ്ദുൽ ഫസൽ. അബ്ദുൽ ഫസലിന്റെ പ്രധാന കൃതികളേവ? ഐൻ ഇ അക്ബരി, അക്ബർനാമ. അബ്ദുൽ ഫസലിന്റെ പ്രധാന കൃതികളേവ? ഐൻ ഇ അക്ബരി, അക്ബർനാമ. മുഗൾ ഭരണകാലത്ത് വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്ന പ്രദേശമേത്? ഗുജറാത്ത്. മുഗൾ ഭരണകാലത്ത് വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്ന പ്രദേശം ഗുജറാത്ത്. മുഗൾ ഭരണകാലത്തെ പ്രധാന കയറ്റുമതി ഇനങ്ങൾ എന്തെല്ലാമായിരുന്നു? തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി. മുഗൾ ഭരണകാലത്തെ പ്രധാന കയറ്റുമതി ഇനങ്ങൾ എന്തെല്ലാമായിരുന്നു? തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി. മുഗൾ ഭരണകാലത്തെ പ്രധാന നഗരങ്ങൾ ഏതെല്ലാമായിരുന്നു? ധാക്ക, മൂർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര. മുഗൾ ഭരണകാലത്തെ പ്രധാന നഗരങ്ങൾ ധാക്ക, മൂർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതം അറിയപ്പെട്ടത് എങ്ങനെ? രസ്നാമ. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതം അറിയപ്പെട്ടത് എങ്ങനെയാണ്? രസ്നാമ. മഹാഭാരതത്തെ പേർഷ്യനിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ദാരാ ഷുക്കോ. മഹാഭാരതത്തെ പേർഷ്യനിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ദാരാ ഷുക്കോ. ഏത് മുഗൾ ചക്രവർത്തിയുടെ മകനായിരുന്നു ദാരാ ഷുക്കോ? ഷാജഹാന്റെ. ഏത് മുഗൾ ചക്രവർത്തിയുടെ മകനായിരുന്നു ദാരാ ഷുക്കോ? ഷാജഹാന്റെ. ഇന്ത്യയുടെയും പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണമായ നിർമ്മിതികളേവ? താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട. ഇന്ത്യയുടെയും പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണമായ നിർമ്മിതികൾ താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട. പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് രൂപപ്പെട്ട പുതിയ ഭാഷ ഏത്? ഉറുദു. പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് രൂപപ്പെട്ട പുതിയ ഭാഷ ഉറുദു. അക്ബറിന്റെ പുത്രനായ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ജഹാംഗീർ. അക്ബറിന്റെ പുത്രനായിരുന്ന മുഗൾ ഭരണാധികാരി ജഹാംഗീർ. ജഹാംഗീറിന്റെ ഭരണകാലം ഏതായിരുന്നു? 1605 മുതൽ 1627 വരെ. ജഹാംഗീറിന്റെ ഭരണകാലം ഏതായിരുന്നു? 1605 മുതൽ 1627 വരെ. ഷാജഹാൻ ചക്രവർത്തി ആരുടെ പുത്രനായിരുന്നു? ജഹാംഗീറിന്റെ. ഷാജഹാൻ ചക്രവർത്തി ആരുടെ പുത്രനായിരുന്നു? ജഹാംഗീറിന്റെ. ഷാജഹാന്റെ ഭരണകാലയളവ് ഏതായിരുന്നു? 1628 മുതൽ 1658 വരെ. ഷാജഹാന്റെ ഭരണകാലയളവ് ഏതായിരുന്നു? 1628 മുതൽ 1658 വരെ. ഔറംഗസേബ് ആരുടെ മകനായിരുന്നു? ഷാജഹാന്റെ. ഔറംഗസീബ് ആരുടെ മകനായിരുന്നു? ഷാജഹാന്റെ. ഔറംഗസീബിന്റെ ഭരണകാലയളവ് ഏതായിരുന്നു? 1658 മുതൽ 1707 വരെ. ഔറംഗസീബിന്റെ ഭരണകാലയളവ് ഏതായിരുന്നു? 1658 മുതൽ 1707 വരെ.
കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. 1605 അക്ബറുടെ മരണാനന്തരം ഇത്തരത്തിൽ അനുശോചന കുറിപ്പെഴുതിയ ജെസ്യൂട്ട് പാതിരിയാര് പിയറി ജാറിക്ക് കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. 1605 അക്ബറുടെ മരണാനന്തരം ഇത്തരത്തിൽ അനുശോചന കുറിപ്പെഴുതിയ ജെസ്യൂട്ട് പാതിരി പിയറി ജാറിക്ക്. അക്ബർ ചക്രവർത്തി ജനങ്ങളുടെ പരാതി കേട്ടിരുന്നത് എവിടെയാണ്? ദിവാൻ ഇ ഖാസിൽ. അക്ബർ ചക്രവർത്തി ജനങ്ങളുടെ പരാതി കേട്ടിരുന്നത് എവിടെയാണ്? ദിവാൻ ഇ ഖാസിൽ. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീള ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. മുഗൾ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ 2 നഗരങ്ങളെപ്പറ്റി ഇപ്രകാരം വിവരിച്ച ഇംഗ്ലീഷുകാരൻ ആര്? റാൽഫ് ഫിച്ച്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീള ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. മുഗൾ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ 2 നഗരങ്ങളെപ്പറ്റി ഇപ്രകാരം വിവരിച്ച ഇംഗ്ലീഷുകാരൻ ആര്? റാൽഫ് ഫിച്ച്. കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന കൃഷിരീതി ഏത്? ഉപജീവന കൃഷി. കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന കൃഷിരീതി ഉപജീവന കൃഷി. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഏത് കൃഷിരീതിയിലാണ്? ഉപജീവന കൃഷി. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഏത് കൃഷിരീതിയിലാണ്? ഉപജീവന കൃഷി. ലാഭം നേടുക എന്നത് പ്രാഥമിക ലക്ഷ്യമല്ലാത്തതും ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നത് ഏത് കൃഷിരീതിയിലാണ്? ഉപജീവന കൃഷി. ലാഭം നേടുക എന്നത് പ്രാഥമിക ലക്ഷ്യമല്ലാത്തതും ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നത് ഏത് കൃഷിരീതിയിലാണ്? ഉപജീവന കൃഷി. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? സമ്മിശ്ര കൃഷി. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? സമ്മിശ്ര കൃഷി. കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യുന്നത് ഏത് കൃഷിരീതിയിലാണ്? സമ്മിശ്ര കൃഷി. കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യുന്നത് ഏത് കൃഷിരീതിയിലാണ്? സമ്മിശ്ര കൃഷി. കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നു. കൃഷിക്കാവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് തിരിച്ചും ലഭിക്കുന്നു. ചെലവ് താരതമ്യേന കുറവായിരിക്കും. എന്നിവ ഏത് കൃഷിരീതിയുടെ പ്രത്യേകതകളാണ്? സമ്മിശ്ര കൃഷി. കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നു. കൃഷിക്കാവശ്യമായ വളം കന്നുകാലികളിൽ നിന്നും തിരിച്ചും ലഭിക്കുന്നു. ചെലവ് താരതമ്യേന കുറവായിരിക്കും. എന്നിവ ഏത് കൃഷിരീതിയുടെ പ്രത്യേകതകളാണ്? സമ്മിശ്ര കൃഷി. വ്യവസായ വിപ്ലവത്തിന്റെ ഈറ്റില്ലമായ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായി വന്നതിനെ തുടർന്ന് 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ കോളനി രാജ്യങ്ങളിൽ അവർ പ്രോത്സാഹിപ്പിച്ച വിളകളേവ? തോട്ടവിളകൾ. വ്യവസായ വിപ്ലവത്തിന്റെ ഈറ്റില്ലമായ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായി വന്നതിനെ തുടർന്ന് 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ കോളനി രാജ്യങ്ങളിൽ അവർ പ്രോത്സാഹിപ്പിച്ച വിളകളേവ? തോട്ടവിളകൾ. തോട്ടവിളകൾക്ക് ഉദാഹരണങ്ങളേവ? തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക്. തോട്ടവിളകൾക്ക് ഉദാഹരണങ്ങൾ തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക്. വൻതോതിൽ തോട്ടവിള കൃഷി ആരംഭിച്ചത് ഏത് യൂറോപ്യന്മാരുടെ വരവോടെയാണ്? ബ്രിട്ടീഷുകാരുടെ. വൻതോതിൽ തോട്ടവിള കൃഷി ആരംഭിച്ചത് ഏത് യൂറോപ്യന്മാരുടെ വരവോടെയാണ്? ബ്രിട്ടീഷുകാരുടെ. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഏത് കൃഷിരീതിയുടെ പ്രത്യേകതകളാണ്? തോട്ടവിളകളുടെ. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഏത് കൃഷിരീതിയുടെ പ്രത്യേകതകളാണ്? തോട്ടവിളകളുടെ. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അറിയപ്പെടുന്നത് എങ്ങനെ? വാണിജ്യ വിള കൃഷി. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വാണിജ്യ വിള കൃഷി. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ പ്രധാന പങ്കുള്ള കൃഷിരീതി ഏത്?
വാണിജ്യ വിള കൃഷി. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ പ്രധാന പങ്കുള്ള കൃഷിരീതി ഏത്? വാണിജ്യ വിള കൃഷി. വാണിജ്യ വിളകൾക്കുദാഹരണങ്ങളേവ? റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം. വാണിജ്യ വിളകൾക്കുദാഹരണങ്ങളേവ? റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷി ഏത്? വാണിജ്യ വിള കൃഷി. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷി ഏത്? വാണിജ്യ വിള കൃഷി. ഗോതമ്പിന്റെ ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഗോതമ്പിന്റെ ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. പരുത്തിയുടെ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. പരുത്തിയുടെ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. നെല്ലിന്റെ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ ഏവ? പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. നെല്ലിന്റെ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ ഏവ? പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളേവ? കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ. തുണി വ്യവസായം എന്തിനുദാഹരണമാണ്? കൃഷി അധിഷ്ഠിത വ്യവസായം. തുണി വ്യവസായം എന്തിനുദാഹരണമാണ്? കൃഷി അധിഷ്ഠിത വ്യവസായം. തുണി വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവായ കാർഷിക ഉൽപ്പന്നം ഏത്? പരുത്തി. തുണി വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവായ കാർഷിക ഉൽപ്പന്നം ഏത്? പരുത്തി. പഞ്ചസാര വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവായ കാർഷിക ഉൽപ്പന്നം ഏത്? കരിമ്പ്. പഞ്ചസാര വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവായ കാർഷിക ഉൽപ്പന്നം ഏത്? കരിമ്പ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങൾ ഏവ? ധാതുക്കൾ. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങൾ ധാതുക്കൾ. ലോഹധാതുക്കൾക്ക് ഉദാഹരണം ഏവ? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ. ലോഹധാതുക്കൾക്ക് ഉദാഹരണം ബോക്സൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ. അലോഹധാതുക്കൾക്ക് ഉദാഹരണങ്ങൾ മൈക്ക, വജ്രം, സിലിക്ക, മണല്. അലോഹധാതുക്കൾക്ക് ഉദാഹരണം മൈക്ക, വജ്രം, സിലിക്ക. ഇന്ധനധാതുക്കൾക്ക് ഉദാഹരണങ്ങൾ കൽക്കരി, പെട്രോളിയം. ഇന്ധനധാതുക്കൾ കൽക്കരി, പെട്രോളിയം. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്ന വ്യവസായങ്ങളേവ? ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്ന വ്യവസായങ്ങൾ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏത്? ഇരുമ്പുരുക്ക് വ്യവസായം. രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം. വ്യവസായ മേഖലയുടെ നട്ടെല്ല്, പ്രാഥമിക വ്യവസായം എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്ത്? ഇരുമ്പുരുക്ക് വ്യവസായം. വ്യവസായ മേഖലയുടെ നട്ടെല്ല്, പ്രാഥമിക വ്യവസായം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഇരുമ്പുരുക്ക് വ്യവസായം. രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഏതെല്ലാം? ഇരുമ്പുരുക്ക് വ്യവസായം, ചെമ്പ് വ്യവസായം, അലൂമിനിയം വ്യവസായം. രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഇരുമ്പുരുക്ക് വ്യവസായം, ചെമ്പ് വ്യവസായം, അലൂമിനിയം വ്യവസായം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത കുറയാൻ കാരണമായത് എന്തൊക്കെ? കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി, കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത കുറയാൻ കാരണമായത് എന്തൊക്കെ? കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി, കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് രാജ്യത്തെ കാർഷിക രംഗം അഭിമുഖീകരിച്ച വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ ഏതെല്ലാം? ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് രാജ്യത്തെ കാർഷിക രംഗം അഭിമുഖീകരിച്ച വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ ഏതെല്ലാം? ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം. ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഉണ്ടായ പ്രധാന നടപടി എന്ത്? ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയ്ക്ക് വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഉണ്ടായ പ്രധാന നടപടി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ഹരിത വിപ്ലവം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതി ഏത്? ഹരിത വിപ്ലവം. അപ്പോൾ എന്താണ് ഹരിത വിപ്ലവം? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപാദനത്തിലായതിനാൽ ഹരിത വിപ്ലവം ഏതു പേരിൽ അറിയപ്പെട്ടു? ഗോതമ്പ് വിപ്ലവം.
ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപാദനത്തിനായതിനാൽ ഹരിത വിപ്ലവം ഏതു പേരിലും വിശേഷിപ്പിക്കപ്പെട്ടു? ഗോതമ്പ് വിപ്ലവം. അപ്പോൾ ഈ ഹരിത വിപ്ലവം തന്നെയാണ് ഗോതമ്പ് വിപ്ലവം. ഹരിത വിപ്ലവം വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഗോതമ്പ് വിപ്ലവം എന്നാണ്. കാരണം എന്താ? ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ഘട്ട നേട്ടം കാണാനായത് ഗോതമ്പിനാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധന, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും കുറഞ്ഞു. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധന, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും കുറഞ്ഞു. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന പരിമിതികൾ എന്തെല്ലാമായിരുന്നു? ജലം അമിതമായി ഉപയോഗിച്ചതിലൂടെ ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന പരിമിതികൾ: ജലം അമിതമായി ഉപയോഗിച്ചതിലൂടെ ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. ഹരിത വിപ്ലവം ഇപ്പോൾ ഈ റീസെൻ്റ്ലി നടന്ന ഡിഗ്രി ലെവൽ എക്സാമുകളിൽ മിക്കപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട്. അപ്പോൾ ഹരിത വിപ്ലവം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഈ പോയിൻറ്റ്സ് എല്ലാം ചേർത്ത് ഇപ്പോൾ നടന്ന മിക്കവാറും ഉള്ള പരീക്ഷകളിലെല്ലാം ചോദ്യമുണ്ട്. ഭൂപരിഷ്കരണം പ്രകാരം പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ എങ്ങനെ കണക്കാക്കി? മിച്ച ഭൂമിയായി. ഭൂപരിഷ്കരണം പ്രകാരം പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ എങ്ങനെ കണക്കാക്കി? മിച്ച ഭൂമിയായി. ഭൂപരിഷ്കരണ ഫലമായുള്ള മിച്ചഭൂമിയെ ഗവൺമെൻറ് കൈകാര്യം ചെയ്തത് എങ്ങനെ? ഗവൺമെൻറ് ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. ഭൂപരിഷ്കരണ ഫലമായുള്ള മിച്ചഭൂമിയെ ഗവൺമെൻറ് കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? ഗവൺമെൻറ് ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ സംസ്ഥാനം കേരളം. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 ജനിച്ചത് എവിടെ? തമിഴ്നാട്ടിലെ കുംഭകോണം. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 ജനിച്ചത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കുംഭകോണത്ത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ആരുമായി സഹകരിച്ചാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തിയത്? നോർമാൻ ഇ ബോർലോഗുമായി. ആരുമായി സഹകരിച്ചാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തിയത്? നോർമാൻ ഇ ബോർലോഗുമായി. ഡോക്ടർ എം.എസ്. സ്വാമിനാഥന് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങൾ ഏവ? പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്നം. ഡോക്ടർ എം.എസ്. സ്വാമിനാഥന് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങൾ: പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്നം. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാര്? നോർമാൻ ഇ ബോർലോഗ്. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമാൻ ഇ ബോർലോഗ്. അപ്പം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമാൻ ഇ ബോർലോഗാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. രണ്ടും ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോണം കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, കാരണം കൺഫ്യൂഷൻ വരും. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണെങ്കിൽ അത് നോർമാൻ ഇ ബോർലോഗാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണെങ്കിൽ എം.എസ്. സ്വാമിനാഥനാണ്. അപ്പോൾ ആരും മറക്കത്തില്ലല്ലോ, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമാൻ ഇ ബോർലോഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം.എസ്. സ്വാമിനാഥൻ. ഓക്കെ. 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? നോർമാൻ ബോർലോഗിന്. 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? നോർമാൻ ബോർലോഗിന്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ, PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ചെന്നൈയിൽ അന്തരിച്ചതെന്ന്? 2023 സെപ്റ്റംബർ 28. ഈ ചോദ്യവും ഈയിടെ നടന്ന പരീക്ഷകളിലൊക്കെ ഉണ്ടായിരുന്നു. അത് 2024-25 ചോദിച്ച പരീക്ഷകളിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ചെന്നൈയിൽ അന്തരിച്ചതെന്ന്? 2023 സെപ്റ്റംബർ 28 ഓർത്തു വെച്ചോണം. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ചെന്നൈയിൽ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം,
വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥ ഏത്? ദാരിദ്ര്യം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥ ദാരിദ്ര്യം. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവർ എങ്ങനെ അറിയപ്പെടുന്നു? ദരിദ്രര്. മിതമായ ആവശ്യങ്ങൾക്ക് പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവർ എങ്ങനെ അറിയപ്പെടുന്നു? ദരിദ്രര്. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖ ഏത്? ദാരിദ്ര്യരേഖ. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖ ദാരിദ്ര്യരേഖ. നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കി വരുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട ഊർജത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കി വരുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട ഊർജത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കാനായി വികസിപ്പിച്ചെടുത്ത പുതിയ രീതി ഏത്? ബഹുമുഖ ദാരിദ്ര്യ സൂചിക, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, MPI. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കാനായി വികസിപ്പിച്ചെടുത്ത പുതിയ രീതി ബഹുമുഖ ദാരിദ്ര്യ സൂചിക, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, MPI. ഏതൊക്കെ സ്ഥാപനങ്ങൾ ചേർന്നാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കിയത്? ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്, UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നിവ. ഏതൊക്കെ സ്ഥാപനങ്ങൾ ചേർന്നാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കിയത്? ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്, UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നിവ. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി എത്ര സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്? 12 സൂചകങ്ങളെ. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളായി എത്ര സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്? 12 സൂചകങ്ങളെ. നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യ നില സൂചിപ്പിക്കുന്ന ബഹുമുഖ ദാരിദ്ര്യ സൂചിക അംഗീകരിക്കുന്ന സ്ഥാപനമേത്? നീതി ആയോഗ്. നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യനില സൂചിപ്പിക്കുന്ന ബഹുമുഖ ദാരിദ്ര്യ സൂചിക അംഗീകരിക്കുന്ന സ്ഥാപനമേത്? നീതി ആയോഗ്. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്ന സ്വയം വേതന തൊഴിൽ പദ്ധതികൾക്ക് ഉദാഹരണങ്ങളേവ? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്ന സ്വയം വേതന തൊഴിൽ പദ്ധതികൾക്ക് ഉദാഹരണങ്ങൾ: ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതി ഏത്? ജീവനം പദ്ധതി. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതി ഏത്? ജീവനം പദ്ധതി. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ഏത്? പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ, PM പോഷൻ. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ, PM പോഷൻ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്